ഇന്ന് ഫെബ്രുവരി 3-ാം തീയതിയാണ് ദുൽഖർ സൽമാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ച സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലെത്തിയ ദിവസം. ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ ചർച്ചയും സജീവവുമായിട്ട് ഏകദേശം 13 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നലെയും ഇന്നൊക്കെയായിട്ട് DQ ചിത്രങ്ങളുടെ വമ്പൻ അപ്ഡേറ്റുകളാണല്ലോ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആകാശം ലോക ഒക്കധാര എന്ന് പറയുന്ന DQ തെലുങ്കിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. കാന്ത എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന ദുൽഖർ മൂവി ആയിരിക്കും ഇത്. കാന്ത ഒരു തമിഴ് മൂവിയാണ്. അതിനുശേഷമാണ് DQ വേറൊരു തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്. കാന്ത എന്ന ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ് വരുന്നുണ്ട് എന്ന് DQ ഇന്നലെ FB-യിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 5/4-നാണ് കാന്തയുടെ വമ്പൻ അപ്ഡേറ്റ് പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതോടൊപ്പം തന്നെ അതിൽ മെൻഷൻ ചെയ്ത റിലീസിംഗ് ഡേറ്റും ആണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ചിത്രം മെയ് മാസത്തിൽ തിയേറ്ററിൽ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കാത്തിരിക്കാം കാന്ത ചിത്രം ഇന്ന് എന്ത് വെടിക്കെട്ടാണ് പൊട്ടിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. DQ 40 എന്ന് പറയുന്ന നഹാസ് ഹിദായത്ത് മൂവിയുടെ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടും ഇന്ന് ആരാധകർ കാത്തിരിക്കുന്നു. നഹാസ് ഹിദായത്ത് DQ ചിത്രത്തിൽ SJ സൂര്യ ഒരു വമ്പൻ ക്യാരക്ടർ റോൾ ചെയ്യുമെന്നുള്ള റൂമേഴ്സ് കാര്യങ്ങളെല്ലാം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡേറ്റ് ഇഷ്യൂ കാരണം ആ ഒരു റോളിൽ നിന്നും SJ സൂര്യ പിന്മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അതിന്റെ പകരം ആ ഒരു ക്യാരക്ടർ മിഷ്കിൻ ചെയ്യും. മുന്നേ DQന്റെ ഒപ്പം പറഞ്ഞു വെച്ച ആന്റണി പെപ്പയുടെ റോളിൽ മാറ്റമൊന്നുമില്ല. മാർച്ച് മാസത്തിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും ആകാശം ലോകധാര എന്ന ചിത്രത്തിന്റെ ഏകദേശ ഷൂട്ട് കാര്യങ്ങളെല്ലാം DQ പൂർത്തീകരിക്കും. കാത്തിരിക്കാം DQ ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജുന. സോ ബൈ.